അല്ലെ? ജീവാത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നതുമില്ല. അതിനാൽ അമർത്യൻ അല്ലെ? അപ്പൊ ജനനവും മരണവും ഇല്ലാത്ത ജീവാത്മാവ് എപ്പോഴും എന്താണ്? അമർത്യനാണ്. അമൃതത്വായ കൽപ്പക. അമർത്യൻ. അമരത്വം എന്നാൽ ജനനമില്ല, മരണമില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ? അത് അമരമാണ്. ജനനമുള്ളപ്പോഴെല്ലാം മരണമുണ്ട്, ജനനമില്ലെങ്കിൽ മരണമില്ല. അതാണ് അമരത്വം. അപ്പൊ അതാണ് നമുക്ക് ഭക്തന്മാർക്ക് എങ്ങനെ അമരനായിട്ടിരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ മുഴുവൻ പദ്ധതിയും, എല്ലാ കാര്യങ്ങളും, അതായത് വേറെ പദ്ധതി, അത് അമരനാകുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ നമ്മൾക്ക് കാണാം, യത് ഗത്വാ ന വിവർത്തന്തേ തദ്ധാമ പരമം മമ. പല സ്ഥലങ്ങളിലും ശാസ്ത്രം ലക്ഷ്യമിടുന്നത് മാത്രമാണ്. മറ്റൊരിടത്ത് ഭാരതി കാവ്യത്തിൽ വിശ്വാമിത്ര മുനി ദശരഥ മഹാരാജാവിനെ കാണാൻ വന്നപ്പോൾ തന്റെ മകനായ രാമചന്ദ്രനോടും ലക്ഷ്മണനോടും അവരെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അല്ലെ, അവര് കൊച്ചു ആൺകുട്ടികളായിരുന്നു. കാട്ടിലൊരു അസുരനുണ്ട് അല്ലെ? ആ അസുരന് അവിടെയുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് ഋഷിമാരെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് വിശ്വാമിത്രൻ ആരെ അന്വേഷിച്ച് വന്നത്? ദശരഥ മഹാരാജാവിനെ വന്നത്. എന്തിനാ വന്നത് അല്ലെ? ആ കഥകളൊക്കെ നമുക്ക് രാമായണത്തിൽ കേട്ടിട്ടുണ്ട്. എന്തിനാ വന്നത്? രാമനെയും ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അല്ലെ? അപ്പോ അതിനുവേണ്ടി വിശ്വാമിത്ര മുനി എന്താണ് സഹായത്തിനായി ദശരഥന്റെ അടുക്കിലേക്ക് വരുന്നു അല്ലെ? ഈ വിശ്വാമിത്ര മുനി എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. അദ്ദേഹം ഒന്ന് കൈ ചൂണ്ടിയാൽ മതി, ഈ അസുരൻ താഴെ വീണ് മരിക്കും, കത്തിപ്പോവും, ചാമ്പലായി പോവും, ഭസ്മമായി പോവും അല്ലെ? അങ്ങനെയുള്ള പവറുള്ള, ശക്തിയുള്ള ആളാണ് വിശ്വാമിത്ര മുനി. അപ്പൊ നമ്മൾ ചോദിക്കും, എന്നാ പിന്നെ വിശ്വാമിത്ര മുനിക്ക് അതങ്ങ് ചെയ്താൽ പോലെ, എന്തിനാണ് ഈ പാവപ്പെട്ട കൊച്ചു പുള്ളികളുടെ രാമചന്ദ്രനെയും രാമചന്ദ്രൻ ഭഗവാനെയും ലക്ഷ്മണനെ കൊണ്ടുപോകുന്നു? നമ്മൾ ദശരഥ മഹാരാജനൊക്കെ വിഷമിപ്പിച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും അല്ലെ? പക്ഷേ അന്ന് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര അല്ലെ, 4 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരുടേതായിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ. ഒരാൾ മറ്റൊരാളുടെ ജോലി ചെയ്യില്ല. വിശ്വാമിത്ര മുനി ആരാണ്? ഒരു ബ്രാഹ്മണനാണ്. ഈ ആരെങ്കിലുമൊക്കെ കൊല്ലുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് യുദ്ധം ചെയ്യാനൊക്കെ പറയുന്നത് ആരുടെ കടമയാണ്? ക്ഷത്രിയനാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം 2 ക്ഷത്രിയന്മാരെ അന്വേഷിച്ചു വന്നത്. മനസ്സിലായത്? വിശ്വാമിത്ര മുനിയുടെ തപസ് ശക്തി കൊണ്ട് ഈ അസുരനെയൊക്കെ കൊല്ലാൻ ഒരു പ്രശ്നം, ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നീ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മരിച്ചു. അതാണ് അവരുടെയൊക്കെ തപശക്തി എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് ചെയ്യാതെ ക്ഷത്രിയന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണദേവനെയും അല്ലെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ, കഥകളുണ്ട്, ഓരോ റീസൺസ് ഉണ്ട് വൈ അല്ലെ? അപ്പോൾ വിശ്വാമിത്ര മുനി മഹാരാജ ദശരഥന്റെ അടുക്കൽ വന്നു അല്ലെ? ഇപ്പൊ ഈ മുനിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇതിപ്പോ പറയുന്നത്, അല്ലെ കഥ പറയാൻ വേണ്ടിയല്ല. അപ്പോ മുനിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? ഹരേ കൃഷ്ണ, ഹൗ ആർ യു അല്ലെ? നിങ്ങൾ എന്തുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കും അല്ലെ? പക്ഷേ ഒരു പണ്ടൊക്കെ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ആചാര്യന്മാര്, മുനിമാർ, അവര് ഒരു രാജാവിനെ കാണാൻ വന്നു കഴിഞ്ഞാൽ, രാജാവെ സുഖമാണോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അല്ലെ, ഉച്ചയ്ക്ക് ഇനി എന്താണോ ഉള്ളത് എന്നല്ല ചോദിക്കുക അല്ലെ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗ്രാമവാസികൾ അല്ലെങ്കിൽ തദ്ദേശവാസികളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ചോദിക്കുന്നത് എന്താണ്? എല്ലാവരെയും അമർത്യനാക്കാനായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ? രാജാവിനോട് ചോദിക്കുന്നതാണ് അല്ലെ? എല്ലാവരെയും എന്താക്കാൻ? അമർത്യനാക്കാനായിട്ട് നിനക്ക് കഴിയുന്നുണ്ടോ എന്നാണ് രാജാവിനോട് ചോദിക്കുന്നത്. അല്ലാതെ നിനക്ക് സുഖമുണ്ടോ, നീ എന്ത് കഴിച്ചു എന്നല്ല ചോദിക്കാം അല്ലെ? അതാണ് അന്നത്തെ ഋഷിമാര്. അപ്പോ നമ്മള് അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. അല്ലാതെ അവരെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അവരെ ഹൈ ഹൂ അതൊക്കെ കഥയൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കലേ വേണ്ട. ഇതാണ് നമ്മുടെ ആവശ്യം. ശരിക്കുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അമർത്യനാവുക. എന്താണ്? പ്രജകളെല്ലാം മക്കളാണ്. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ അമർത്യനാക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ആര് ചോദിച്ചത്? വിശ്വാമിത്ര മുനി ചോദിച്ചത് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ ഈ അമർത്യനാവുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ വിശ്വാമിത്ര മുനിയുടെ കഥ പറഞ്ഞത് അല്ലെ? നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ ഭാഗമാണ്. ഭഗവാനാണെങ്കിലോ സച്ചിദാനന്ദ വിഗ്രഹമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്, ആനന്ദമായിട്ടിരിക്കുന്നത്. സച്ചിത് ആനന്ദം, വളരെ അല്ലെ, എല്ലാ അറിവുമുള്ള ആനന്ദം.
അല്ലെ? ഉം. ആ, ഉം. സച്ച് ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ശരീരം ശാശ്വതവും ആനന്ദപൂർണവും പൂർണ്ണവുമായ അറിവാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ അതിനാൽ അദ്ദേഹം ഭൗതികത പറയും. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ കേട്ടിട്ട് എന്ത് പ്രയോജനം? സാധാരണ മനുഷ്യന് തെറ്റുപറ്റും, അല്ലെ? അതുകൊണ്ടാണ് ഭഗവാനെ അച്യുത എന്ന് പറയുന്നത്. എന്താണ് അച്യുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അച്യുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റ് പറ്റാത്തവൻ, ചുതി പറ്റാത്തവൻ, അല്ലെ? തെറ്റ് ചെയ്യാത്തവൻ, അല്ലെ? അദ്ദേഹത്തിന് അങ്ങനെ ഒരിക്കലും തെറ്റുപറ്റും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അച്യുതൻ എന്ന് വിളിക്കുന്നത്. അച്യുത വിളിക്കുന്നത് നമ്മൾ. അപ്പോ ആ, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ കേട്ടിട്ട് കഥയില്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിന് തെറ്റുപറ്റാം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ, നമ്മളൊരു ഭഗവത്ഗീത ചോദിച്ചു കഴിഞ്ഞാല്